ഈശംശായിക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2 വചനഭാഗങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുന്നത് നല്ലതാണ്. ഉടുതുണി മാറ്റിയവന് ഉടുതുണി ഉണ്ടായോ? നമുക്കറിയാലോ, ഇപ്പോൾ ചെയ്യുന്ന ചില പ്രവൃത്തികൾ, പാപപ്രവൃത്തികൾ, അതിനനുസരിച്ചുള്ള ശിക്ഷ നമ്മൾ അനുഭവിക്കേണ്ടി വരും എന്നതാണ് അതിൻ്റെ കാതലായ സന്ദേശം. ജെറൂസലേമിൻ്റെ പാപം ദൈവം ചൂണ്ടിക്കാണിക്കുന്നത് കാണാൻ പറ്റും. ആ പാപത്തിനുള്ള ശിക്ഷ എന്തായിരിക്കും എന്നുള്ളത് ഈ വചനഭാഗങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. ഉടുതുണി മാറ്റിയവന് ഉടുതുണി ഉണ്ടായോ? അതാണ് ഈ 2 വചനഭാഗങ്ങളും ചോദിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ആ വചനഭാഗങ്ങൾ എടുക്കാം. ജെറമിയായുടെ പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വചനം. ജെറമിയ 13:26. കർത്താവ് അരുൾ ചെയ്യുന്നു, ഞാൻ തന്നെ നിന്റെ ഉടുതുണി ഉരിഞ്ഞു മാറ്റും, നിന്റെ നഗ്നത വെളിവാക്കപ്പെടും. കർത്താവ് പറഞ്ഞൊരു കാര്യം, അതൊരു ശിക്ഷയാണ്. ഇസ്രായേൽക്കാരുടെ തെറ്റിന് കർത്താവ് പ്രഖ്യാപിച്ച ഒരു ശിക്ഷ. ഞാൻ തന്നെ നിന്റെ ഉടുതുണി ഉരിഞ്ഞു മാറ്റും, നിന്റെ നഗ്നത വെളിവാക്കപ്പെടും. അതുപോലെ തന്നെ എസെക്കിയേൽ 16-ാം അധ്യായം 39 എടുക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കും, ഞാൻ നിന്നെ നിന്റെ കാമുകന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കും, അവർ നിന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞു കളയും, അവർ നിന്നെ നഗ്നയും അനാവൃതയുമായി ഉപേക്ഷിക്കും. ഇതിനകത്തെല്ലാം വലിയ സന്ദേശങ്ങളുണ്ട്, അതിൻ്റെ ഉള്ളിൽ വലിയ അർത്ഥമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. വെറുതെ ഒരാളുടെ തുണി ഉരിഞ്ഞു മാറ്റുന്ന കാര്യം മാത്രമല്ല, അതിനേക്കാളെല്ലാം ആഴമായിട്ടുള്ള സന്ദേശങ്ങൾ ഇതിനകത്തുണ്ട്. അതാണ് നാം മനസ്സിലാക്കിയിരിക്കേണ്ടത്. നമുക്കിനി രണ്ടാമതായിട്ട് നമ്മൾ എടുക്കുന്നത്, ഇത്ര ലജ്ജാകരമായ ശിക്ഷയ്ക്ക് കാരണം എന്തായിരുന്നു? അതിലൂടെ കടന്നു പോകുമ്പോൾ ഇത് ശരിക്കും കർത്താവ് എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത്, ഇവരുടെ പാപം എന്തായിരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ്. യെരമ്യായുടെ പുസ്തകം 13-ാം അധ്യായം 15-ാമത്തെ വചനം. ജെറൂസലേമിൻ്റെ അഹങ്കാരം, ദൈവമക്കളുടെ അഹങ്കാരം കണ്ടിട്ടാണ് ദൈവം ഈ ഒരു ശിക്ഷ പ്രഖ്യാപിക്കുന്നത്. 13-ാം അധ്യായത്തിൻ്റെ 17 കൂടി എടുക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ കാണുന്നുണ്ട് അനുസരണക്കേട്. അന്യദൈവങ്ങളെ ആരാധിക്കരുത് എന്ന് കൃത്യമായിട്ട് ദൈവം പഠിപ്പിച്ചിരുന്ന, സ്ട്രിക്റ്റായിട്ട് പഠിപ്പിച്ചിരുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ കാണുകയാണ് ഒരു അനുസരണക്കേട് കാണിച്ചു. അതുകൊണ്ടാണ് ഇത്രയും ലജ്ജാകരമായ ശിക്ഷ അവര് ഏൽക്കേണ്ടി വന്നത്, അനുഭവിക്കേണ്ടി വന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 13:22, ജെറമ്യ 13:22 എടുത്താൽ അവിടെ സൂചിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യം, ജെറൂസലേമിൻ്റെ തിന്മയുടെ ആധിക്യം. അതുകൊണ്ടാണ് ഇതുപോലത്തെ ശിക്ഷാ നടപടിയുമായി കർത്താവ് മുന്നോട്ട് വന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. 13:25 കൂടി എടുക്കുകയാണെങ്കിൽ, അവർ ദൈവത്തെ മറന്നു, നുണകളിൽ വിശ്വസിച്ചു. സത്യമറിഞ്ഞ് സത്യത്തെ മുറുകെ പിടിച്ച് ജീവിക്കേണ്ട അവര് നുണകളിൽ വിശ്വസിച്ചു. ആരോ പറഞ്ഞ നുണകളിൽ അവർ വിശ്വസിച്ച് അതിൻ്റെ പുറകെ പോയി. വീണ്ടും നമ്മൾ കാണുകയാണ് 13:27 വായിച്ചാൽ, നിന്റെ മ്ലേച്ഛതകൾ, ശരിക്കും പറഞ്ഞാൽ വിഗ്രഹാരാധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അവിശ്വസ്തത, മ്ലേച്ഛതകൾ, വ്യഭിചാരം, വിഷയാസക്തി, സീൽക്കാരം, കാമാന്ധമായ വേശ്യാവൃത്തി, ഇതെല്ലാം അവിടെ സൂചിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. 13-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വചനം. ഇവ മൂലം ശത്രു നിന്നെ ബലാത്സംഗം ചെയ്യും, നിന്റെ തുണി ഉരിഞ്ഞു മാറ്റും. അതുപോലത്തെ ഒരു ലജ്ജാകരമായ ശിക്ഷ നീ അനുഭവിക്കേണ്ടി വരും. കാരണം ഇതെല്ലാം നീ ചെയ്ത പാപങ്ങളാണ്. ആ പാപങ്ങളുടെ ലിസ്റ്റ് കർത്താവ് ഇവിടെ നിരത്തി വയ്ക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. മറ്റൊരു കാര്യം, നമ്മൾ ചിലർക്ക് തോന്നിയേക്കാം, യേശുവിൻ്റെ തുണി ഉരിഞ്ഞു മാറ്റിയല്ലോ, വിശുദ്ധരുടെ തുണി ഉരിഞ്ഞു മാറ്റിയല്ലോ, അങ്ങനെയുള്ള സംഭവങ്ങൾ. ഇനി അത് രക്ഷാകരമായിട്ടുള്ള ഒരു സഹനമായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ലജ്ജാകരം. മറ്റേത് യേശുവും വിശുദ്ധരും ഏറ്റെടുക്കേണ്ടി വന്നത് രക്ഷാകരമായിട്ടുള്ള ഒരു സഹനം. നമുക്ക് കാണാൻ സാധിക്കും മത്തായിയുടെ സുവിശേഷം 27:28 വചനം. യേശുവിൻ്റെ വസ്ത്രം അവർ ഉരിഞ്ഞു മാറ്റി. ഇനി യേശുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ സഹിക്കാൻ, ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന കാര്യം, അവന് കൂടുതൽ അപമാനമുണ്ടാക്കുന്ന കാര്യം, അതിന് നിന്നു കൊടുക്കുന്ന യേശുവിനെ കാണാൻ പറ്റും. ലൂക്ക 23:11 വചനം എടുത്താൽ, യേശുവിനെ ഒരു പകിട്ടേറിയ വസ്ത്രം ധരിപ്പിച്ച്
അവനെ പരിഹസിക്കുന്ന രംഗം അവിടെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ നമ്മൾ കേട്ടിട്ടുണ്ട് വിശുദ്ധ ആഗ്നസിൻ്റെ ജീവിതത്തിൽ വന്ന ഒരു കാര്യം. അവളിങ്ങനെ പാപപ്രവർത്തിക്ക് തയ്യാറാകാതെ വന്നപ്പോൾ അവളെ ലജ്ജിപ്പിക്കാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യാനായിട്ട് ശത്രുക്കൾ നോക്കി. അതിലൊന്നാണ് ഒരു പ്രീഫെക്റ്റ് ആജ്ഞാപിച്ചതനുസരിച്ച് അവളെ ഒരു വേശ്യാലയത്തിലേക്ക് കൊണ്ടുപോകാനും അങ്ങനെ അപമാനിക്കാനും ഓർഡർ ഇട്ടു. ആ സമയത്ത് അവളെ നഗ്നയാക്കുന്ന സമയത്തുണ്ടായൊരു കാര്യം, അവളുടെ മുടി വളർന്നിട്ട് ആ നഗ്നത മറച്ചു. എന്നിട്ടും അവളെ നോക്കി നിന്ന ചില വ്യക്തികളുണ്ടായിരുന്നു. ഈ അത്ഭുതം കണ്ടിട്ടും ഈ ജഡമോഹത്തിൽ തുടർന്ന വ്യക്തികളെ ഇടിമിന്നൽ പോലെ എന്തോ വന്നിട്ട് അവരെല്ലാവരും അന്ധരായി മാറി എന്നുള്ളത് നമ്മൾ വിശുദ്ധ ആഗ്നസിൻ്റെ ജീവചരിത്രം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അവസാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് പാപത്തിന് കിട്ടുന്ന ശിക്ഷ, ഞാൻ പറഞ്ഞല്ലോ, ലജ്ജാകരമായ സഹനമാണ്. പക്ഷേ നന്മ ചെയ്ത് ആ നന്മയെ മുറുകെ പിടിച്ച് ജീവിക്കുന്നവരുടെ ആ ജീവിതത്തിലേക്ക് ദൈവം അനുവദിക്കുന്ന സഹനം അത് രക്ഷാകരമായിട്ടുള്ള കാര്യമാണ്. റോമാലേഖനം 2:9-10 വചനങ്ങൾ എടുക്കുമ്പോൾ പാപം ചെയ്യുന്ന ഏത് വ്യക്തിക്കും അവർക്ക് ശിക്ഷ ഉണ്ടാകും, സഹനങ്ങളും ക്ലേശങ്ങളും ഉണ്ടാകും എന്നുള്ളത് വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സങ്കീർത്തനം 107:17 മുതൽ വായിച്ചാൽ പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് ചിലർ രോഗികളായി തീർന്നു. പാപവും രോഗവും തമ്മിലുള്ള കണക്ഷൻ, അതുപോലെ തന്നെ ഈ തെറ്റായ കാര്യങ്ങൾ ചെയ്ത് നമ്മൾ അപമാനത്തിലൂടെ കടന്നു പോകുന്നതിനെ കുറിച്ചെല്ലാം ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കാണാൻ പറ്റും. ലൂക്കായുടെ സുവിശേഷം 23:41 എടുക്കുമ്പോൾ നല്ല കള്ളം പറഞ്ഞൊരു കാര്യം, നമ്മുടെ ശിക്ഷ നമ്മൾ അർഹിക്കുന്ന, പക്ഷെ അവൻ നീതിമാൻ, അർഹിക്കാത്ത ശിക്ഷ അവൻ അനുഭവിക്കുന്നു. അതാണ് രക്ഷാകരമായ സഹനം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 2 കൊരിന്തോസ് 5:21 വചനം എടുക്കുമ്പോൾ പാപം അറിയാത്തവൻ നമുക്ക് വേണ്ടി പാപമായി മാറി. ഗലാത്യർ 3:12 വായിക്കുമ്പോൾ നമ്മുടെ ശാപം അവൻ ഏറ്റെടുത്ത് നമ്മെ അതിൽ നിന്ന് മോചിപ്പിക്കുന്നതായിട്ടുള്ള ആ ഒരു സന്ദേശവും അവിടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. നമുക്ക് ഈ യേശുവിനോട് ചേർന്ന് യേശുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിച്ച് അതിൻ്റെ ഭാഗമായി വരുന്ന എല്ലാ സഹനങ്ങളും സന്തോഷത്തോടെ എടുക്കാൻ പറ്റണം. കാരണം അത് രക്ഷാകരമായിട്ടുള്ള സഹനമാണ്. ഈ ബോധ്യം കിട്ടാൻ ആഗ്രഹിച്ച് നമുക്ക് പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനത്താൽ നമ്മുടെ ഹൃദയങ്ങളെ നമ്മൾ നിറച്ചു. നമുക്കിനി ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും, നമുക്ക് ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാനുണ്ടോ അവരുടെ ആവശ്യങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.